Students, welcome back to our GK class. Today we are going to discuss about Standard 8 GK, page 38, 39 and 40. Okay. First of all, we are going to study about golden words. Okay. Page 38. Write the names of the people associated with these famous quotes. Choose from the options given in the box. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ കുറേ നെയിംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, താഴെ തന്നിരിക്കുന്ന ഫേമസ് കോട്ട്സ് ആര് പറഞ്ഞതാണ് അല്ലെങ്കിൽ ആരുടേതാണ് നിങ്ങൾ എഴുതണം. ഓക്കെ, സോ ലെറ്റ് us learn. Okay, can you see this? Attitude is a little thing that makes a big difference. First one, attitude is a little thing that makes a big difference. ഇതാരുടെ വേർഡ്സ് ആണ്? വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വേർഡ്സ് ആണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എ ലിറ്റിൽ തിങ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ക്യാൻ യു സീ ദിസ്? ഓക്കെ, ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. ഇങ്ങനെ പറഞ്ഞ ആരാണ്? തോമസ് ആൽവ എഡിസൺ. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ആണ് ബൾബ് കണ്ടുപിടിച്ചത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ഓക്കെ, some books are to be tasted, others to be swallowed, and some few to be chewed and digested. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? Can you see this? Francis Bacon. Okay, this is a picture of Francis Bacon. Okay, ആൻഡ് ഫോർത്ത് വൺ, ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പിക്ചറാണ്. ഇതാരുടെയാണ്? നമുക്ക് നോക്കാം. എറൈസ്, എവൈറ്റ് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. ഇതാരുടെ കോട്ട്സാണ്? സ്വാമി വിവേകാനന്ദൻ്റെയാണ്. എറൈസ്, എവൈറ്റ് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. ഓക്കെ, next picture is fifth one. The future belongs to those who believe in the beauty of their dreams. Okay, ഇതാരുടെ ഫേമസ് വേർഡ്സ് ആണ്? എലൈനർ റൂസ്വെൽറ്റ്. Okay, Roosevelt. Fifth one. Next picture, can you see this? The best and most beautiful things in the world cannot be seen or even touched. They must be felt with the heart. Okay, ഇതാരുടെ കോട്ടാണ്? ഹെലൻ കെല്ലർ. Famous quotes by Helen Keller. Okay, and next one, seventh one. That's one small step for man, one giant leap for mankind. Okay, ഇങ്ങനെ പറഞ്ഞ ആരാണ്? നീൽ ആംസ്ട്രോങ്. ഓക്കെ, നീൽ ആംസ്ട്രോങ്ങിൻ്റെ പിക്ചറാണത്. And eighth one,
I disapprove of what you say, but I will defend to the death your right to say it. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? വോൾട്ടയർ ആണ്. വോൾട്ടയർ. ഓക്കെ, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് വോൾട്ടയർ. ലാസ്റ്റ് വൺ. Not everything that can be counted counts, and not everything that counts can be counted. Okay. Albert Einstein. Albert Einstein. Okay. Next is page 39. Study of. Given in the box are the names of some fields of study. Read the descriptions carefully and write the correct name for each. അതായത് പേജ് 39 ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിൻ്റെയോ ഒക്കെ സ്റ്റഡിയാണ്. അപ്പോൾ ഏതിൻ്റെ സ്റ്റഡിയാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനമാണ് ബാക്ടീരിയോളജി. Okay, the study of bacteria is known as bacteriology. And second one, the study of human material remains. Second one is archaeology. Okay. And third one, the study of landforms and the process that shape them. Third one is geomorphology. Okay. And fourth one, the study of human race, its origin, development, custom and belief. Fourth one, anthropology. Anthropology is the study of human race, its origin, development, customs and beliefs. Okay. And fifth one, the study of human behavior. അതായത് മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുക. അതിനെന്താണ് പറയുന്നത്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് നോൺ ആസ് സൈക്കോളജി. ഓക്കെ. ആൻഡ് സിക്സ്ത് വൺ, ദ സ്റ്റഡി ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ഫോസിൽ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാലിയൻറ്റോളജി. സിക്സ്ത് വൺ ഈസ് പാലിയൻറ്റോളജി. Okay. And seventh one, the branch of zoology concerned with the study of birds. സുവോളജിയുടെ ഒരു ശാഖയാണ് ബേഡ്സിനെ കുറിച്ചുള്ള പഠനം ആണ്. എന്താണ് ബേഡ്സിനെ കുറിച്ചുള്ള പഠനം? എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓർണിത്തോളജി. ദ സ്റ്റഡി ഓഫ് ബേഡ്സ് ഇസ് നോൺ ആസ് ഓർണിത്തോളജി. ആൻഡ് എയ്ത്ത് വൺ, ദ സ്റ്റഡി ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് എർത്ത്, റോക്സ് ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്. ഓക്കെ. അതായത് ഭൂമിയെക്കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ റോക്സ്, ഫിസിക്കൽ ചേഞ്ചസ്, ഇതിനെക്കുറിച്ചുള്ള പഠനം എല്ലാം വരുന്നത് ജിയോളജിയിലാണ്. ഓക്കെ. എയ്ത്ത് വൺ ഈസ് ജിയോളജി. ആൻഡ് നയൻത് വൺ, ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. ഇൻസെക്റ്റുകളെ കുറിച്ചുള്ള പഠനം, എൻഡമോളജി. ഓക്കെ, entomology. And 10th one, the study of the origin of words. വേർഡ്സിൻ്റെ ഒറിജിനെ കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി. ഓക്കെ. 11th one, the branch of biology concerned with the study of animals. ആനിമൽസിനെ കുറിച്ചുള്ള പഠനം സുവോളജി. ഓക്കെ. And last one, the study and statistical analysis of voting trends and election result. അതായത് വോട്ടിംഗ് ട്രെൻഡ്സിനെ കുറിച്ചും ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചും ഒക്കെയുള്ള പഠനമാണ് സെഫോളജി. സെഫോളജി. ഓക്കെ. നെക്സ്റ്റ് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഓക്കെ. ക്യാൻ യു സീ ദിസ്? Okay, this is Stephen William Hawking.
Stephen William Hawking. Okay, a world-renowned physicist and cosmologist. He is an expert in cosmology. Okay, a branch of astronomy. അതായത് കോസ്മോളജി എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിയുടെ ഒരു ബ്രാഞ്ചാണ് that deals with the origin and structure of the universe. Okay. He suffers from a rare nerve disease due to which he is almost completely paralyzed and confined to a wheelchair. അതായത് സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്സ്റ്റാണ് അദ്ദേഹം. കൂടാതെ കൊണ്ട് കോസ്മോളജിസ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നതാണ്, വീൽ ചെയറിലാണ്. ഡെസ്പൈറ്റ് സഫറിങ് ഫ്രം എ severe handicap, he has written several books. What keeps him going is his never say die attitude. Okay, these are all about Stephen William Hawking. Okay, page 40, Indian language writers. Okay, first one, the greatest name in Sanskrit poetry and drama, Ritu Samhara, Meghaduta and Abhijnana Shakuntalam are his most popular works. Abhijnana Shakuntalam, Meghadutam, Ritu Samhara, ഇതൊക്കെ എഴുതിയതാരാണ്? കാളിദാസ. ഫസ്റ്റ് വൺ ഈസ് കാളിദാസ. And second one, a Punjabi writer, poet. She was a recipient of Jnanapith Award for Kagas Canvas. Her other famous novels are Pinchar and Band Darwaza. Okay, Band Darwaza എഴുതിയതാരാണ്? അമൃത പ്രീതം. Second one is Amrita Preetham. And third one, he was a novelist and short story writer who wrote in Hindi and Urdu. Godan and Gaban are two of his famous novels. Godan ഹിന്ദിയിലും ഉറുദുവിലും നോവൽസ് എഴുതിയ ആളാണ്. ഗോദാൻ ആൻഡ് ഗബാൻ are two of his famous novels. Third one is Premchand. Okay, and fourth one, born Mirza Asadullah Bhai. He was perhaps the greatest Urdu poet of all times. His poetry has been translated into many languages. Okay, fourth one is Mirza Ghalib. Mirza Ghalib. Okay, and fifth one, he was a poet, short story writer and playwright who wrote in Bengali. He was awarded the Nobel Prize in Literature. അതായത് ഒരു ബംഗാളി ഷോർട്ട് സ്റ്റോറി റൈറ്റർ പോയറ്റ് ഒക്കെയാണ്. നോബൽ പ്രൈസ് ലിറ്ററേച്ചറിൽ കിട്ടിയിട്ടുണ്ട്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ, എ ഷോർട്ട് സ്റ്റോറി writer and novelist. He is regarded as the father of modern realistic fiction in Odia. Sixth one is Fakir Mohan Senapati. Okay, and seventh one, he is considered one of the most eminent authors in Kannada. He is a recipient of Jnanapith Award and has also been honored with the Padma Bhushan. Seventh one, you are Anantamurthy. Okay, seventh one is you are Anantamurthy. And eighth one, he is considered the greatest modern Tamil poet and writer. He wrote numerous patriotic poems and songs. Eighth one is Subramanya Bharati. Okay. Ninth question, one of the greatest Malayalam poets. He wrote patriotic verses and translated the Rig Veda into Malayalam.
He has been honored with the Padma Bhushan. ഋഗ്വേദ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? 9th one വള്ളത്തോൾ നാരായണ മേനോൻ. And then 10th one, an Assami short story writer and novelist. She was a recipient of the Jnanapeeth Award and the Sahitya Akademi Award. 10th one, Indira Goswami. Okay. And 11th question, he was a writer, a poet and a social reformer. To him, literature was an instrument to fight social evils. He wrote numerous novels on social themes in the Telugu language. Okay. Arana Kandukuri Veerasalingam Pandalu. Okay. And 12th one, last question, a Marathi novelist. His famous novels include Hath Dapar, The Outcast and Ratha Chakra. The later won him Sahitya Akademi Award. Last question, 12th question answer, Shripad Narayan Pense. Okay. So these are our today's topic. You study well. We will meet in the next class. Thank you.